ഓക്കെ, അപ്പൊ നമ്മള് മെഷീൻസിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം ഇവിടെ. അപ്പൊ DC മെഷീൻസും ട്രാൻസ്ഫോമേഴ്സും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ചെയ്തോളൂ. നമുക്കൊരു 2-3 മിനിറ്റ് സമയം തരാം ഈ പ്രോബ്ലത്തിന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഒരു 5 kW മോട്ടറാണ്, 220 വോൾട്ട് DC ഷണ്ട് മോട്ടറാണ്. ഓക്കെ, അപ്പോൾ ഷണ്ട് മോട്ടർ ആകുമ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ നമ്മളെ ഒരു ബാക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യും മോട്ടറിന്. പിന്നെ ഫീൽഡ് കോയിൽ ഉണ്ടാവും. ആർമേച്ചർ റെസിസ്റ്റൻസ്, ഫീൽഡ് വൈൻഡിങ്, $220 വോൾട്ട്സ് ആണ് ഇതിന്റെ ഇൻപുട്ട് വോൾട്ടേജ്. ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.5 വോൾട്ട്സ്. ഓക്കെ, ഇനി മോട്ടർ ഡ്രോസ് നോ ലോഡ് കറണ്ട് ഓഫ് 3 ആംപിയർ. അപ്പോൾ മോട്ടർ ഡ്രോ ചെയ്യുന്ന കറണ്ട് ഉണ്ടാവും. പിന്നെ അതിൽ കുറച്ച് പാട്ട് ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് പോകും. ആർമേച്ചർ കറണ്ട് ഉണ്ടാവും. പിന്നെ ടോട്ടൽ കറണ്ട് ഡ്രോ ചെയ്ത് മോട്ടർ. ഓക്കെ, അപ്പോ നോ ലോഡ് കണ്ടീഷനിൽ മോട്ടർ ഡ്രോ ചെയ്യുന്നത് 3 ആംപിയർ ആണ്. ഇപ്പൊ ലോഡില്ല. അപ്പൊ ഈ കറണ്ട് എന്ന് പറയുന്നത് അതിന്റെ ഒരു പാർട്ട് ഫീൽഡ് വൈൻഡിങ് ആണ്. ഫീൽഡ് കറണ്ട് കോൺസ്റ്റന്റ് ആൻഡ് 1 ആംപിയർ. കാരണം ഫീൽഡിന്റെ വൈൻഡിങ്ങിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. 220 വോൾട്ട് എല്ലാ സമയത്തും അതിന്റെ ക്രോസ് അപ്ലൈ ആവും. ഫീൽഡ് കറണ്ട് കോൺസ്റ്റന്റ് ആണ്, 1 ആംപിയർ തന്നിട്ടുണ്ട്. ഇപ്പൊ നോ ലോഡ് കണ്ടീഷനിൽ ആർമേച്ചർ കറണ്ട് എന്തായിരിക്കും? ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് മോട്ടർ കറണ്ട് മൈനസ് ഓഫ് ഫീൽഡ് കറണ്ട്. 2 ആംപിയർ ആയിരിക്കും ആർമേച്ചർ കറണ്ട്. അപ്പോൾ ഈ സമയത്ത് ഡ്രോ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് മോട്ടറിന്റെ ലോസസ് ആണ് സപ്ലൈ ചെയ്യാൻ. ഓക്കെ, ലോഡൊന്നുമില്ല. അപ്പോൾ I²R എന്ന് പറഞ്ഞിട്ട് ഈ ആർമേച്ചറിൽ ലോസസ് ഉണ്ടാവും. ഫീൽഡ് വൈൻഡിങ്ങിൽ ഫീൽഡ് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അവിടെ ലോസ് ഉണ്ടാവും. പിന്നെയുള്ളത് കോർ ലോസും റൊട്ടേഷണൽ ലോസും. മോട്ടർ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് സബ്ജക്റ്റ് ഉണ്ടാവും അതിന്റെ റോട്ടർ. അപ്പോൾ കോർ ലോസ് ഉണ്ടാവും. അതുപോലെ വിൻറ്റേജ് ലോസസ് ഉണ്ടാവും, ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസസ്. അപ്പോൾ ഈ കോർ ആൻഡ് റൊട്ടേഷണൽ ലോസസ് കോൺസ്റ്റന്റ് ആണ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ലോഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ നോ ലോഡിൽ മോട്ടർ ഡ്രോ ചെയ്യണ പവർ എന്താണ്? അറ്റ് നോ ലോഡ് ഇൻപുട്ട് പവർ എന്താ? ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ 20 into 3 ആംപിയർ, 660 വാട്ടാണ് ഇൻപുട്ട് പവർ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഫീൽഡ് വൈൻഡിങ് ലോസസ് എന്തായിരിക്കും? ഫീൽഡ് വൈൻഡിങ് ഡ്രോ ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ, അതിന്റെ ക്രോസ് വരുന്ന വോൾട്ടേജ് 220 വോൾട്ട്സ്. അപ്പോൾ 220 വാട്ട്സ് ആണ് ഫീൽഡ് വൈൻഡിങ്ങിൽ ലോസസ് ആയിട്ട് ഉണ്ടാവും. പിന്നെ ആർമേച്ചർ റെസിസ്റ്റൻസ് ലോസ് എന്ന് പറയുമ്പോൾ ടു വാട്ട്സ്. അപ്പോൾ ബാക്കി എത്ര പവർ ഉണ്ടാവും അതാണ് ഈ ഒരു കോർ ആൻഡ് റൊട്ടേഷൻ ലോസസ് ആയിട്ട് വരും. നമുക്ക് കോർ റൊട്ടേഷൻ ലോസ് ആണ് കണ്ടുപിടിക്കുക. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം മോട്ടറിലേക്ക് വരുന്ന ഇൻപുട്ട് പവർ മുഴുവൻ ലോസസ് ആണ്. അപ്പോൾ ആർമേച്ചറിന്റെ വൈൻഡിങ്ങിൽ ലോസ് ഉണ്ടാവും, അതുപോലെ ഫീൽഡ് വൈൻഡിങ്ങിൽ ലോസ് ഉണ്ടാവും,
പിന്നെ ഉണ്ടാകുന്നത് കോർ ആൻഡ് റൊട്ടേഷൻ ലോസ് ആണ്. കോർ ആൻഡ് റൊട്ടേഷൻ ലോസ് എന്താ വരിക? ഇൻപുട്ട് പവർ എന്ന് ബാക്കിയുള്ള ലോസസ് സബ്ട്രാക്ട് ചെയ്യും. ഇതാണ് കോർ റൊട്ടേഷൻ ലോസ് വരിക. ഓക്കെ, അപ്പൊ ഇനി പറഞ്ഞിട്ടുള്ളത് വൈൽ മോട്ടർ ഇസ് ഡെലിവറിംഗ് ദ റേറ്റഡ് ലോഡ്, എന്താണ് മോട്ടർ ഡ്രോ ചെയ്യുന്ന കറണ്ട്? ഓക്കെ, മോട്ടർ ഇസ് ഡെലിവറിംഗ് ദ റേറ്റഡ് ലോഡ്. ഇപ്പൊ മോട്ടർ കറണ്ട് എന്താണ് ഇപ്പൊ റേറ്റഡ് ലോഡ് എന്ന് പറയുമ്പോൾ ഷാഫ്റ്റിൽ വരുന്ന പവറാണ് റേറ്റഡ്. അപ്പൊ ലോഡ് കണ്ടീഷൻ ലോഡ് തന്നിട്ടുണ്ട് 5 കിലോ വാട്ട് ആണ് ഇതിന്റെ റേറ്റിംഗ്. അതായത് 5 കിലോ വാട്ട് മോട്ടറിന്റെ ഷാഫ്റ്റിൽ വരുന്ന പവറാണ് റേറ്റ് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷനിൽ മോട്ടർ ഡ്രോ ചെയ്യുന്ന കറണ്ട് ആണ് വെച്ചിട്ടുള്ളത്. ഷാഫ്റ്റ് പവർ ആണ് 5 കിലോ വാട്ട്. പിന്നെ ഷാഫ്റ്റ് പവറിൽ നിന്ന് കോർ ലോസും ഷാഫ്റ്റ് പവറിലേക്ക് കോർ ലോസും റൊട്ടേഷൻ ലോസും ആഡ് ചെയ്താൽ നമുക്ക് എന്താ പറയുക, ബാക്ക് ഇഎംഎഫ് ഇൻറ്റു ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്ന ആ പവർ കിട്ടും. അതായത് മോട്ടറിന്റെ ആർമേച്ചർ റെസിസ്റ്റൻസ് ഇതിന്റെ ബാക്ക് ഇഎംഎഫ് ഇബി ഇൻറ്റു ഐഎ മൈനസ് ഓഫ് കോർ ആൻഡ് റൊട്ടേഷണൽ ലോസ് ആണ് 5000 വാട്ട്സ്. അല്ലെ, ഇതാണ് ഡെവലപ്മെന്റ് പവർ. അതിൽ നിന്ന് റൊട്ടേഷൻ ലോസും കോർ ലോസും സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഷാഫ്റ്റ് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഡെവലപ്ഡ് പവർ എന്താണ്? ഇബി ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ 5438. അപ്പൊ ഈ കണ്ടീഷനിലുള്ള കറന്റ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇ ബി എന്താണെന്ന് നമുക്കറിയാം. ഇ ബി ഇസ് ഈക്വൽ ടു വി മൈനസ് ഓഫ് ഐ എ ഇൻറ്റു ആർ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. എ സ്ക്വയർ ഇൻറ്റു ആർ ഐ മൈനസ് ഓഫ് വി ഇൻറ്റു ഐ എ ഇതുവരെ ക്ലിയർ ആണോ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്, ആദ്യം ലോ ലോഡ് കണ്ടീഷനിൽ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് റേറ്റഡ് ലോഡ് കണ്ടീഷനിൽ മോട്ടർ റേറ്റഡ് പവർ ഡെലിവർ ചെയ്യുമ്പോൾ എന്താണ് ആർമേച്ചർ കറണ്ട്, ബെസ്റ്റ് പോസിബിൾ എഫിഷ്യൻസി. മോട്ടറിന്റെ ലോ ലോഡ് കറണ്ട് വന്നിട്ട് 3 ആംപിയർ, ഫീൽഡ് കറണ്ട് വന്നിട്ട്. അപ്പൊ നോ ലോഡിൽ മോട്ടർ ഡ്രോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് മുഴുവനായിട്ടും ലോസിലേക്കാണ് സപ്ലൈ ആവുക. ഓക്കെ, അപ്പൊ ആർമേച്ചർ റെസിസ്റ്റൻസിലെ ലോസ് ഉണ്ട്, ഫീൽഡ് വൈൻഡിങ്ങിലെ റെസിസ്റ്റൻസിലെ ലോസ് ഉണ്ടാവും, അതുപോലെ തന്നെ മോട്ടറിന്റെ കോർ ആൻഡ് റൊട്ടേഷണൽ ലോസസ് ഉണ്ടാവും. അപ്പൊ ഓരോ ലോസ് ആയിട്ട് നമ്മൾ മാറ്റിയപ്പോൾ നമുക്ക് അവസാനം കോർ ലോസ് എന്താണെന്ന് കിട്ടി 438. ഇൻപുട്ട് പവർ മൈനസ് ഫീൽഡ് കോപ്പർ ലോസ് പ്ലസ് ആർമേച്ചർ കോപ്പർ ലോസ് 438 വാട്ട്സ് കിട്ടി. ഇനി റേറ്റഡ് ലോഡ് കണ്ടീഷനായ 5 കിലോ വാട്ട് ഔട്ട്പുട്ട് ഷാഫ്റ്റ് പവർ ഡെലിവർ ചെയ്യുമ്പോൾ മോട്ടറിന്റെ ഡെവലപ്ഡ് പവർ എന്താണ്? ഇ ബി ഇൻറ്റു ഐ എ ആണ്. അപ്പൊ ഇ ബി ഇൻറ്റു ഐ എ, അതിൽ നിന്ന് കോർ ലോസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഷാഫ്റ്റ് പവർ കിട്ടുക. അപ്പൊ ഇ ബി ഇൻറ്റു ഐ എ എന്താണെന്ന് നമുക്ക് കിട്ടി. ഇനി ഇ ബിക്ക് പകരം ജി മൈനസ് ഐ എ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടെ ഐ എന്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഇതിൽ രണ്ട് വാല്യൂ ഐ എ കിട്ടും. ഐ എ ഈക്വൽ ടു 26.28, അതുപോലെ 430
0.5. ഇതിൽ ബെസ്റ്റ് പോസിബിൾ എഫിഷ്യൻസിക്ക് സൂട്ടഡ് ആയിട്ടുള്ള കറണ്ട് വാല്യൂ ഏതാണ്? 26.2 അല്ലെ. മിനിമം ലോഡ് കറണ്ട്, മിനിമം ആർമേച്ചർ കറണ്ട് ഡ്രോ ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി വരാം. സെയിം ഔട്ട്പുട്ട് പവറിന് 430 ആംപിയേഴ്സ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ലോസസ് വീണ്ടും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു കറണ്ടാണ് ആർമേച്ചറിന്റെ ബെസ്റ്റ് പോസിബിൾ എഫിഷ്യൻസിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കറണ്ട്. രണ്ട് വാല്യൂസ് പോസിബിൾ ആണ് സെയിം ലോ ഔട്ട്പുട്ട് പവറിന്. പക്ഷെ ഏറ്റവും നല്ല എഫിഷ്യൻസിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 26.2. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറണ്ട് ഡ്രോൺ ബൈ ദ മോട്ടർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ IN = IA + IF. ഈ പ്രോബ്ലം ചെയ്തു. ഇതില് നിങ്ങള് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് സൂട്ടബിൾ ആയിട്ടുള്ള ഈ മോട്ടറിന്റെ റിവേഴ്സ് വോൾട്ടേജ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇത് നമ്മൾ ഇത് പവർ ഇലക്ട്രോണിക്സിന്റെ ഒരു പ്രോബ്ലം ആണ്. അതിന്റെ DC മെഷീൻസ് കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ആ ഒരു പാർട്ട് നമ്മൾ നോക്കണ്ട. മെഷീൻസിന്റെ, അതായത് ഇതിന് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എന്താണ് ആർമേച്ചർ വോൾട്ടേജ് വരിക നോക്കിയാണ് കണ്ടുപിടിച്ചാൽ മതി. അതായത് ഇതിൽ പറഞ്ഞ കണ്ടീഷൻ, ആർമേച്ചർ കറണ്ട് റേറ്റഡ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് പോസിബിൾ ആക്കുമ്പോൾ എന്തായിരിക്കും ആർമേച്ചർ വോൾട്ടേജ് വരാം, അത് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോ ഇവിടെ ആക്ച്വലി ഇതൊരു പവർ ഇലക്ട്രോണിക്സ് മെഷീൻസ് പ്രോബ്ലം കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതില് ഒരു ഫുള്ളി കൺട്രോൾ തൈറസ്റ്റർ കൺവേർട്ടർ ആണ് ശരിക്കും ഉള്ളത്. ഒരു ഫുൾ കൺവേർട്ടർ ആണ് ഇവിടെ ഉണ്ടാവുക. അതിലേക്ക് നമ്മളൊരു DC മോട്ടർ കണക്ട് ചെയ്യും. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടറാണ്. ബാക്ക് EMF, ആർമേച്ചർ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ആക്ച്വലി സർക്യൂട്ട്. ഇനി റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്താ ചെയ്യുക? നമ്മള് ബാക്ക് EMF റിവേഴ്സ് ചെയ്തിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് ആവറേജ് വോൾട്ടേജ് സിന്തസൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സമയത്ത് EB റിവേഴ്സ്ഡ് ആയിരിക്കും. ഇതായിരിക്കും ആർമേച്ചർ വോൾട്ടേജ്. ഓക്കെ, ഇതാണ് പ്രോബ്ലം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ട്രിഗറിംഗ് ആണല്ലോ കണ്ടുപിടിക്കാനാണ്. പക്ഷെ നമുക്ക് ഇതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് എന്താണ് ഈ ആവറേജ് വോൾട്ടേജ് കണ്ടുപിടിക്കുക, ഈ ആർമേച്ചർ വോൾട്ടേജ് എന്തായിരിക്കണം. അപ്പൊ അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മോട്ടർ is running at 600 RPM. Armature terminals are suitably reversed for regenerative braking. If the armature current is to be maintained at rated value. For regenerative braking സമയത്ത് മോട്ടറിന്റെ സ്പീഡ് 600 RPM, സ്പീഡ് 600 RPM ആണ്. 600 RPM. ആർമേച്ചർ കറണ്ട് എന്താണ്? 10 ആംപിയർ റേറ്റഡിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കൺവേർട്ടറിന്റെ ഫയറിംഗ് ആംഗിൾ വെച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഇവിടെ മോഡിഫൈ ചെയ്തിട്ട് എന്താണ് ഇവിടെ വരുന്ന ആവറേജ് വോൾട്ടേജ് ആൻസർ ഇട്ടാക്കിയില്ല. ഓക്കെ, അപ്പോ കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ വോൾട്ടേജ് ആണ്. കറണ്ട് ഉണ്ട്, ആർമേച്ചർ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്കറിയാം 1 ohm ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്ക് EMF കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോ ബാക്ക് EMF എന്താണെന്ന് കണ്ടുപിടിക്കാൻ സ്പീഡ് തന്നിട്ടുണ്ട്. ബാക്ക് EMF ആക്ച്വലി ബാക്ക് EMF കോൺസ്റ്റന്റ് ഇൻറ്റു ഒമേഗ അല്ലെ. ഇവിടെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ റേറ്റഡ് കണ്ടീഷൻസ് എന്താണെന്ന് അവർ തന്നിട്ടുണ്ട്. റേറ്റഡ് കണ്ടീഷനിൽ 210 വോൾട്ട് ആണ് ഇൻപുട്ട് വോൾട്ടേജ്. ആർമേച്ചർ കറണ്ട് 10 ആംപിയർ ആണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ബാക്ക് EMF കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. ആ ബാക്ക് EMF കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചിട്ട് അത് കറണ്ട് സ്പീഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് പ്രസന്റ് കണ്ടീഷനിലെ സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ കണ്ടീഷനിലെ ബാക്ക് EMF, ഈ ബാക്ക് EMF
കഴിഞ്ഞാൽ കറണ്ട് ഓൾറെഡി നമുക്ക് റേറ്റഡ് കറണ്ട് ആണെന്നറിയാം. അങ്ങനെ നമുക്ക് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാം. അപ്പൊ റേറ്റഡ് കണ്ടീഷനിൽ 210 volts ആണ് ഇൻപുട്ട് വോൾട്ടേജ്. ആർമേച്ചർ കറണ്ട് 10 ആംപിയർ. അങ്ങനെയാണെങ്കിൽ ബാക്ക് EMF എന്താ വരാം? Rated condition is 210 minus 10 into 1. 200 volts ആയിരിക്കും ബാക്ക് EMF വരും. അപ്പൊ റേറ്റഡ് സ്പീഡ് എന്ന് പറയുന്നത് 1200 RPM. So back EMF constant എന്താ വരാം? KB equal to EB divided by omega rated വരും. EB during the rated condition divided by omega rated. ഇനി പ്രസന്റ് കണ്ടീഷനിൽ എന്താണ് ബാക്ക് EMF? At 600 RPM, EB is equal to KB into 25 into 600 divided by 60. അപ്പോൾ ഈ കണ്ടീഷനിൽ ബാക്ക് EMF 100 volts ആണ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് കണ്ടീഷനിൽ 600 RPM ബാക്ക് EMF എന്താണ്? റിവേഴ്സ് ചെയ്ത പൊളാരിറ്റിയിൽ ഇത് 100 volts ആണ്. 10 ആംപിയർ ആണ് കറണ്ട്. അങ്ങനെയാണെങ്കിൽ VA എന്താ വരിക? VA 90 volts. Correct. അപ്പൊ റേറ്റഡ് കണ്ടീഷൻ തന്നിട്ടുള്ളത് നമ്മൾ ബാക്ക് EMF കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചിട്ട് പ്രസന്റ് കണ്ടീഷനിൽ പ്രസന്റ് സ്പീഡിൽ എന്താണ് ബാക്ക് EMF എന്ന് കണ്ടുപിടിച്ചു. ഇത് കഴിഞ്ഞാൽ ഓൾറെഡി അവർ തന്നിട്ടുണ്ട് കറണ്ട് 10 ആംപിയർ ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ശരിക്കും ഈ കൺവേർട്ടർ ഒരു ഫുൾ കൺവേർട്ടർ ആയതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ആവറേജ് നെഗറ്റീവ് നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ നിന്ന് ആൽഫ കണ്ടുപിടിക്കാനാണ് ബെസ്റ്റ് സ്റ്റാൻഡ്. നമ്മൾ ആവറേജ് വോൾട്ടേജ് ഔട്ട്പുട്ട് ഈ ഒരു പൊളാരിറ്റിയിലാണെങ്കിൽ 90 volts ആണ് വരുന്നത്. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് ദ വൈൻഡിങ് AB. വൈൻഡിങ് ABയുടെ സെൽഫ് ഇൻഡക്ടൻസ് കണ്ടുപിടിക്കും. അപ്പോൾ ഒരു വൈൻഡിങ്ങിന്റെ സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറയുമ്പോൾ ഒരു കോറിൽ ഒരു വൈൻഡിങ് N ടേൺസിന്റെ ഒരു വൈൻഡിങ്, അതിന് ഒരു ലീക്കേജ് ഇൻഡക്ടൻസ് ഉണ്ടാവും, ഒരു മാഗ്നറ്റൈസിങ് ഇൻഡക്ടൻസ് ഉണ്ടാവും അല്ലെ. അപ്പോൾ ഒരു ലീക്കേജ് ഉണ്ടാവും, പിന്നെയുള്ളത് ഒരു മാഗ്നറ്റൈസിങ് ഇൻഡക്ടൻസ് ഉണ്ടാവും. അപ്പോൾ അവര് പറഞ്ഞിട്ടുള്ളത് സെൽഫ് ഇൻഡക്ടൻസ് എന്താണ്? L സെൽഫ് ഇസ് ഈക്വൽ ടു ലീക്കേജ് പ്ലസ് മാഗ്നറ്റൈസിങ് ഇൻഡക്ടൻസ് വരുന്നത് സെൽഫ് ഇൻഡക്ടൻസ്. മാഗ്നറ്റൈസിങ് ഇൻഡക്ടൻസ് പറഞ്ഞാൽ N² ഡിവൈഡ് ബൈ റിലക്ടൻസ്. മാഗ്നറ്റിക് സർക്യൂട്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇൻഡക്ടൻസ് N² ബൈ റിലക്ടൻസ്. അപ്പോൾ റിലക്ടൻസ് എന്ന് പറയുന്നത് കോറിന് ഡയമെൻഷൻസിന് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളതാണ്. റിലക്ടൻസ് ഫോർമുല എന്താണ്? R ഈക്വൽ ടു
L divided by mu 0 mu r into area of cross section of the core. അപ്പോൾ ഈ ഫിസിക്കൽ ഡയമെൻഷൻസ് ആണ് റിലക്റ്റൻസിന് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ സ്ക്വയർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റൈസിംഗ് ഇൻഡക്റ്റൻസ് കിട്ടും. മാഗ്നറ്റൈസിംഗ് ഇൻഡക്റ്റൻസ് കിട്ടിയാൽ അതിന്റെ കൂടെ ലീക്കേജ് ആഡ് ചെയ്താൽ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ട്. അപ്പോൾ ലീക്കേജ് അവർ തന്നിട്ടുണ്ട്. ലീക്കേജ് ഇംപിഡൻസ് ഓഫ് വൈൻഡിങ് എ ബി ആൻഡ് സി ഡി തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് വൈൻഡിങ് എ ബിയുടെ ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലീക്കേജ് ഇംപിഡൻസ് ഓഫ് വൈൻഡിങ് എ ബി തന്നിട്ട് അത് റെസിസ്റ്റൻസ് പ്ലസ് ആർ പ്ലസ് ജെ എക്സ് എന്ന് പറയുന്ന ഫോമിലാണ് വന്നിട്ടുള്ളത്. 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഒമേഗയാണ് 100π. ഇതാണ് ഇൻഡക്ടൻസ് പാർട്ട്. അപ്പൊ ലീക്കേജ് ഇൻഡക്ടൻസ് നമുക്ക് കിട്ടി. ഇത് നമുക്ക് വേണ്ടത് മാഗ്നറ്റൈസിംഗ് ഇൻഡക്ടൻസ് ആണ്. മാഗ്നറ്റൈസിംഗ് ഇൻഡക്ടൻസ് ആണെങ്കിൽ ടേൺ സ്ക്വയർ ഡിവൈഡ് ബൈ റിലക്ടൻസ് കണ്ടുപിടിക്കണം. അതുപോലെ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. റിലക്ടൻസിനുള്ള ഡയമെൻഷൻസ് അവർ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. എന്താണ്? ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കോർ ഇസ് 5000 mm². ഏരിയ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കോർ ആണ് AC. ആവറേജ് കോർ ലെങ്ത് ട്രാവേഴ്സ് ബൈ മ്യൂച്വൽ ഫ്ലക്സ് ഇസ് 500 mm. ഇതാണ് L equal to 500 mm. L equal to 500 mm. അതുപോലെ AC equal to 5000 mm². mu r relative permeability of the core അതും തന്നിട്ടുണ്ട് 5000. യൂസറിന്റെ വാല്യൂ നമുക്കറിയാം, കോൺസ്റ്റന്റ് 4π × 10⁻⁻⁷. ഓക്കെ, ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇപ്പൊ റിലക്ടൻസിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ നമ്പർ ഓഫ് ടേൺസ് ഇപ്പോൾ നമ്മുടെ ഇല്ല. അതിനാണ് ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ നമുക്കുള്ളത്. അതായത് ഒരു കറണ്ട് സോഴ്സ് വെച്ചിട്ട് നമ്മൾ ഈ സി ഡി എന്ന് പറയുന്ന വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യുമ്പോൾ എ ബിയിൽ ഒരു വോൾട്ടേജ് ഡെവലപ്ഡ് ആവും. അപ്പൊ കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കറണ്ടിനെ വെച്ച് നമ്മൾ എക്സൈറ്റ് ചെയ്യുകയാണെങ്കിൽ MMF ആണ് ഇവിടെ ഉള്ളത്. MMF നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയുക, കോറിൽ ഒരു ഫ്ലക്സ് ജനറേറ്റ് ആവും. ഈ ഫ്ലക്സ് ഈ വൈൻഡിങ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോ കറണ്ട് സോഴ്സ് I M sin ωt ആണെങ്കിൽ ഈ കറണ്ട് വൈൻഡിങ്ങിൽ ഒരു ഫ്ലക്സിന് ഡെവലപ്പ് ചെയ്യും. M sin. ഈ ഫ്ലക്സ് എ ബി എന്ന് പറയുന്ന കോയിലായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ NdΦ/dt. അപ്പോ അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. VAB is equal to N into d/dt of M sin ωt. ഈ വോൾട്ടേജ് 200 വോൾട്ട് RMS ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് കിട്ടും. ഈ ടേൺസ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാഗ്നറ്റൈസിംഗ് ഇൻഡക്ടൻസ് ചെയ്യും. ഇതൊരു നല്ല കോൺസെപ്റ്റ് ആണ് ഈ പ്രോബ്ലം. ഓക്കെ, അതായത് ഇതിന്റെ ഡയമെൻഷൻസ് വെച്ച് നമുക്ക് റിലക്ടൻസ് കണ്ടുപിടിക്കണം. അതുപോലെ ഇൻഡക്ടൻസസ് ഏതൊക്കെയാണ്, മാഗ്നറ്റൈസിംഗ് ഇൻഡക്ടൻസ്, ലീക്കേജ് ഇൻഡക്ടൻസ് എന്താണെന്നൊക്കെ കേട്ട് അറിയാമെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യും. അപ്പോ VAB RMS ആണ് ഒരു നമുക്കുള്ളത്. അപ്പൊ ഈ ഫോർമുല വെച്ചിട്ട് ഇത് പാരഡൈസ് ലോ വെച്ചിട്ട് നമുക്ക് N × ∅m × ω × cos ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇതാണ് വോൾട്ടേജ് വരിക. അപ്പൊ N × ∅m × ω ആണ് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡിന്റെ പീക്ക് വാല്യൂ. RMS വാല്യൂ 200 ആണ്. അപ്പോൾ 200√2 ആണ് N × ∅m × 2π × 5m എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി മാക്സ് ഇവിടെ വന്നിട്ടുണ്ട് 1 Wb/m². അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി Vm is equal to ∅m divided by area of cross section of the core. ∅m is equal to Vm, please.
അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്നിനെ നമുക്ക് n equal to 180 അപ്രോക്സിമേറ്റ്ലി 180 ടേൺസ് ആണ്. അപ്പോൾ മാഗ്നറ്റൈസിംഗ് ഇൻഡക്റ്റൻസ് is equal to n square divided by reluctance. റിലക്ടൻസിനുള്ള ഇൻഫർമേഷൻ എല്ലാം തന്നിട്ടുണ്ട്. ഇതിന്റെ വാല്യൂ സോൾവ് ചെയ്യുന്നത് ഓക്കെ. അപ്പൊ ഇതില് മാഗ്നറ്റിക് സർക്യൂട്ട്സ് ആണ് ഈ പ്രോബ്ലത്തിൽ മെയിൻ ആയിട്ട് നമുക്ക് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഫാരഡേസ് ലോവും അതുപോലെ ഫ്ലക്സ് is equal to MMF സോറി ഇൻഡക്ടൻസ് is equal to n square by reluctance എന്ന് പറയുന്ന ഫോർമുല. ഓക്കെ, ഇതൊന്നുകൂടെ പറയാം. ഒരു വൈൻഡിങ് എ ബി ഉണ്ട്. അതിന് അത് വൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറലി ഒരു ലീക്കേജ് ഇൻഡക്ടൻസ് ഉണ്ടാവും, പിന്നെ അതിന്റെ മാഗ്നറ്റൈസിങ് ഇൻഡക്ടൻസ് ഉണ്ടാവും. മാഗ്നറ്റൈസിങ് ഇൻഡക്ടൻസ് പറഞ്ഞാൽ n square by reluctance ആണ്. ലീക്കേജ് എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. ലീക്കേജ് ഇംപെഡൻസ് ആണ് തന്നിട്ടില്ല. അതിന് ഇൻഡക്ടൻസ് എന്താ പറയുക, ഇത് 5 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് കോമ്പണന്റ് ആണ്, പ്ലസ് j into omega into L. L എന്ന് പറഞ്ഞാൽ 0.16 നമുക്കുണ്ട്. ഇനി മാഗ്നറ്റൈസിങ്ങിന്റെ കൂടെ ലീക്കേജ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് ഇൻഡക്ടൻസ് കിട്ടും. പക്ഷെ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടില്ല. നമ്പർ ഓഫ് ടേൺസ് ആണ് കണ്ടുപിടിക്കുന്നത്. റിലക്ടൻസ് കോറിന്റെ ഡയമെൻഷൻസിന് ഡിപ്പെൻഡന്റ് ആണ്, അതുപോലെ മെറ്റീരിയലിന് ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ റിലക്ടൻസ് നമുക്ക് ഡയറക്ട്ലി L ഡിവൈഡ് ബൈ മ്യൂ സീറോ മ്യൂ ആർ ഐ സി ഈ ഫോർമുല ഉപയോഗിച്ചാൽ റിലക്ടൻസ് കിട്ടും. റിലക്ടൻസ് കിട്ടി. ഈ നമ്പർ ഓഫ് ടേൺസ് വേണം. നമ്പർ ഓഫ് ടേൺസ് എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്, ഒരു കറണ്ട് സോഴ്സ് വെച്ചിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് നമ്മൾ കറണ്ട് ഇൻജെക്ട് ചെയ്യുമ്പോൾ എ ബിയുടെ അക്രോസ് ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ ഒരു കറണ്ട് വെച്ച് ഒരു കറണ്ട് ഇൻജെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു MMF ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലക്സ് ജനറേറ്റ് ആവും. ആ ഫ്ലക്സ് ഈ ഒരു എ ബി കോയിലായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഫാരഡേസ് ലോ പ്രകാരം നമുക്ക് ഇവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ആവും. അപ്പോൾ അത് നമ്മളിവിടെ എഴുതി വി എ ബി ഈക്വൽ ടു n into d∅/dt. അപ്പോൾ കറണ്ട് സോഴ്സ് സൈനസോയിഡൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഫ്ലക്സും സൈനസോയിഡൽ ഫ്ലക്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, കാരണം ഫ്ലക്സ് is equal to MMF per reluctance ആണ്. അപ്പോൾ ഫ്ലക്സ് is directly proportional to the current. അപ്പോൾ phi m sin omega t ഫ്ലക്സ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ d/dt n into d∅/dt ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് കിട്ടും. ആ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് RMS വരുന്നത് 200 വോൾട്ട്സ് ആണ്. പീക്ക് എന്ന് പറയുന്നത് 200 ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഈ ഒരു സൈനസോയിഡിന്റെ പീക്ക് വാല്യൂ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ n into phi m into omega ആണ് 200 ഈ ഇക്വേഷൻ. പിന്നെ phi m എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻടു ഏരിയ ആണ്. ഫ്ലക്സ് ഡെൻസിറ്റിയുടെ മാക്സിമം ക്വസ്റ്റ്യൻ വന്നത് 1/√m², ഏരിയ ക്വസ്റ്റ്യൻ വന്നത് phi m കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി 180 ടേംസ് ആണ്. ഇനി മാഗ്നറ്റൈസിംഗ് ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാം. ലീക്കേജ് ഓൾറെഡി ഗിവൺ ആണ്. ഇതിലൂടെ ആഡ് ചെയ്യുമ്പോൾ സെൽഫ് ഇൻഡക്ടൻസ്. ഇത് ഹെൻറിയിലാണ്, മില്ലി ഹെൻറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആൻസർ വേണ്ടത്. ഓക്കെ, ആൻസർ കിട്ടിയോ? ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടറാണ്.
ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ ബാക്ക് EMF. ഫീൽഡ് വൈൻഡിങ് സെപ്പറേറ്റ്ലി എക്സൈറ്റ് ചെയ്തു. 400 volts ആണ് ഇൻപുട്ട്. ഓക്കെ, അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻടു ആർമേച്ചർ കറണ്ട് ആണ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടറാണ്, അതുകൊണ്ട് തന്നെ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ടോർക്ക് ഇസ് പ്രപ്പോർഷണൽ ടു ഫൈ കോൺസ്റ്റന്റ് ആകുമ്പോൾ ടോർക്ക് ഇസ് പ്രപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട്. ഓക്കെ, അപ്പോ ബാക്ക് EMF എന്താണ്? ബാക്ക് EMF ഇസ് പ്രപ്പോർഷണൽ ടു സ്പീഡ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് റേറ്റഡ് കണ്ടീഷൻസിൽ ഒരു കോൺസ്റ്റന്റ് ലോ ടോർക്ക്, കോൺസ്റ്റന്റ് ടോർക്ക് ഉള്ള ഒരു ലോഡാണ് മോട്ടറിനുള്ളത്. മോട്ടർ ഇസ് ഓപ്പറേറ്റിംഗ് അറ്റ് റേറ്റഡ് വോൾട്ടേജ് ഡ്രോയിങ് ദ റേറ്റഡ് കറണ്ട്. മോട്ടർ ഈ ഒരു കണ്ടീഷനിൽ 15 ആംപിയർ കറണ്ട് ഡ്രോ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സപ്ലൈ വോൾട്ടേജ് 10% റെഡ്യൂസ് ആയി വിത്ത് ഫീൽഡ് കറണ്ട് അൺആൾട്ടേർഡ്. ഫീൽഡ് കറണ്ട് സെയിം ആണ് രണ്ട് കണ്ടീഷനിലും. അപ്പോൾ രണ്ട് കണ്ടീഷൻസിലും ഫ്ലക്സ് സെയിം ആണ്. ഓക്കെ, അതായത് മോട്ടർ 400 വോൾട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ 10% വോൾട്ടേജ് ഡ്രോപ്പ് വന്നപ്പോൾ ഫീൽഡ് കറണ്ട് അൺആൾട്ടേർഡ് ആണ്. അതായത് ഫ്ലക്സ് രണ്ട് കേസിലും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മോട്ടർ ഡ്രൈവ് ചെയ്യണത് കോൺസ്റ്റന്റ് ലോഡ് ടോർക്കിനാണ്. കോൺസ്റ്റന്റ് ടോർക്കുള്ള ഒരു ലോഡിനാണ് മോട്ടർ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ടോർക്ക് കോൺസ്റ്റന്റ് ആണ്, രണ്ട് കേസിലും ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആർമേച്ചർ കറണ്ട് എന്താ വരിക? രണ്ട് കേസിലും സെയിം ആയിരിക്കും. കാരണം T1 is proportional to Phi1 into Ia1. സെക്കൻഡ് കേസിലും T2 Phi2 into Ia2. T1 equal to T2 ആണ് കോൺസ്റ്റന്റ് ടോർക്കാണ് ലോഡ്. Phi1 equal to Phi2 ആണ്. രണ്ട് കേസിലും ആർമേച്ചർ കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ മോട്ടർ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുമ്പോഴും മോട്ടർ ഡ്രോ ചെയ്യണ കറണ്ട് സെയിം 15 ആംപിയർ. ഓക്കെ, ആൻസർ 1344 ആണ്. ഡ്രോ ചെയ്യണ വോൾട്ടേജ് 15 വോൾട്ടേജ്. അപ്പൊ ഫസ്റ്റ് കേസിലെ ബാക്ക് EMF എന്താണ്? EB1 equal to 400 minus 15 into 1.2. 382 volts ആണ് ഫസ്റ്റ് കേസിൽ ബാക്ക് EMF. സെക്കൻഡ് കേസ്, അതായത് മോട്ടറിന്റെ വോൾട്ടേജ് 10% ഡ്രോപ്പ് ചെയ്യുമ്പോൾ 360 ആയിരിക്കും ഇൻപുട്ട് വോൾട്ടേജ് വരാം. അപ്പോഴും കറണ്ട് സെയിം ആയിരിക്കും, 15 into 1.2. 342 ആയിരിക്കും സെക്കൻഡ് കേസിലെ ബാക്ക് EMF. EB1 by EB2 equal to N1 by N2. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് കേസിലും ആർമേച്ചർ കറണ്ട് മാറുന്നില്ല. കാരണം കോൺസ്റ്റന്റ് ടോർക്കുള്ള ലോഡാണ്. രണ്ട് കേസിലും ഫ്ലക്സും സെയിം ആണ്. ഇവിടെ ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ ഉണ്ട്. ഫീൽഡ് എക്സൈറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്, ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഇസ് പ്രപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട്. ലോഡ് ടോർക്ക് ഇസ് പ്രപ്പോർഷണൽ ടു സ്പീഡ് എന്നുള്ളത്.
Motor is drawing a current of 30 ampere while running at 1000 rpm. Frictional loss നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു അഡീഷണൽ റെസിസ്റ്റൻസ് ആർമേച്ചറിൽ ആഡ് ചെയ്താൽ പുതിയ സ്പീഡ് എന്താവും വരുന്നത്. അതൊരു സ്പീഡ് കൺട്രോൾ ടെക്നിക്കാണ്. ഓക്കെ, ആർമേച്ചർ റെസിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്തിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഒരു അഡീഷണൽ 10 ഓം റെസിസ്റ്റൻസ് ആഡ് ചെയ്താൽ എന്തായിരിക്കും പുതിയ സ്പീഡ്? ആൻസർ കിട്ടിയാൽ അപ്പോ ഇവിടെ മോട്ടർ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻറ്റു ആർമേച്ചർ കറന്റ് ആണ്. ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് മോട്ടർ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറന്റ് ആണ്. ലോഡ് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ആണെന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ ആർമേച്ചർ കറന്റും പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ആയിരിക്കും. അപ്പോ ഫസ്റ്റ് കേസിൽ ആർമേച്ചർ കറന്റ് എന്ന് പറയുന്നത് IA1 = 30 ആംപിയർ, സ്പീഡ് എന്ന് പറയുന്നത് 1000 rpm. ഇനി മോട്ടർ റെസിസ്റ്റൻസ് നമ്മൾ 10 ഓമായിട്ട് 10 ഓംസും കൂടെ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ പുതിയ സ്പീഡ് എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ IA2 നമുക്ക് അറിയില്ല, N2 ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. Then RA = 10 + 1 = 11. ഓൾറെഡി 1 ഓം ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട്, 10 ഓംസ് അഡീഷണൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ടോട്ടൽ ആർമേച്ചർ റെസിസ്റ്റൻസ് എന്താവും? 11 ഓംസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസിൽ എന്താണ് ബാക്ക് EMF വരാം? 280 വോൾട്ട്സ് EB1 എന്തായിരിക്കും? EB1 = 280 - of IA1 × RA = 280 - 30. 250 വോൾട്ട്സ് ആണ് ബാക്ക് EMF വരിക ഫസ്റ്റ് കേസിൽ. സ്പീഡ് 1000 rpm ആണ്. അപ്പോൾ ഇത് ഒരു EB1 is proportional to സ്പീഡ് ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്തായിരിക്കും? K = 250/1000 = 1/4. അപ്പോൾ ന്യൂ സ്പീഡ് N2 ആണെങ്കിൽ ബാക്ക് EMF 2 എന്തായിരിക്കും? രണ്ടാമത്തെ കേസിലെ ബാക്ക് EMF എന്തായിരിക്കും? K × N2 ആയിരിക്കും. ബാക്ക് = N2/4. ഇതാണ് സെക്കൻഡ് കേസിൽ ബാക്ക് EMF വരാം. സെക്കൻഡ് കേസിലെ കറന്റ് എന്തായിരിക്കും? നമുക്ക് IA പ്രൊപ്പോർഷണൽ ടു എങ്ങനെയാണെന്ന് അറിയാം. IA2 is proportional to സ്പീഡ് ആണ് നമുക്ക് ഇവിടുത്തെ റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ IA1/IA2 = N1/N2. IA2 എന്തായിരിക്കും? IA1 × N2/N. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കേസിലെ ബാക്ക് EMF, രണ്ടാമത്തെ കേസിലെ കറന്റ്. EB2 = V - of IA2 × RU. ഇതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടറിൽ റിലേഷൻഷിപ്പ് വരിക അല്ലെ. ഒരു 10 ഓം അഡീഷണലി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു 1 ഓം സീരീസിലുണ്ട്, ബാക്ക് EMF ഉണ്ട്, ഇവിടെ ഒരു 280 വോൾട്ട്സ് കിട്ടും. EB2 എന്താണ്? N2/4 = 280 - IA2. IA2 നമുക്ക് N2 ടേംസിൽ അറിയാം. N2 × 30
divided by 1000 into 11. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ വരാം? ഓക്കെ, അപ്പൊ ഇവിടെ ഇത് ലോ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മോട്ടോർ ടോർക്ക് സെപ്പറേറ്റ് എക്സൈറ്റിംഗ് മോട്ടറിൽ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയ കാരണം മോട്ടോർ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണെന്ന് നമുക്കറിയാം. ലോ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു സ്പീഡ് എന്നുണ്ട്. അപ്പോൾ ലോ കറണ്ട് ആർമേച്ചർ കറണ്ട് പ്രൊപ്പോർഷണൽ ടു സ്പീഡ് എന്ന് പറഞ്ഞ റിലേഷൻ നമുക്ക് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇ ബി മൈനസ് ഐ എ ആർ എ എന്ന് പറയുന്ന ഇ ബി പ്ലസ് ഐ എ ആർ എ ബി ആ ഒരു റിലേഷൻഷിപ്പ് മാത്രമേ അവിടെ ഉപയോഗിച്ചു. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ ബാക്ക് ചെയ്യുമ്പോൾ കണ്ടുപിടിച്ചു സ്പീഡ് നമുക്കറിയാം. അപ്പോൾ ബാക്ക് കോൺസ്റ്റന്റ് നമുക്ക് അതിൽ കിട്ടി. അതിനെ നമ്മൾ സെക്കൻഡ് കേസിൽ സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ കേസിൽ ബാക്ക് ചെയ്യുമ്പോൾ ഇൻ ടേംസ് ഓഫ് സെക്കൻഡ് കേസിൽ സ്പീഡ് നമുക്ക് കിട്ടി. അതുപോലെ കേസ് 2 കറണ്ട് എന്താണെന്നുള്ളത് ഈ പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് കിട്ടും. ഇത് രണ്ടും കൂടെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സ്പീഡ് നോക്കാം. ഇത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡി സി ജനറേറ്റർ, ബെൽറ്റ് ഡ്രിവൺ ഡി സി ജനറേറ്റർ ഇസ് റണ്ണിങ് at 300 RPM and delivering 100 kilowatt to a 200 volt DC gate. ഇപ്പോൾ ഡി സി ഷണ്ട് ജനറേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ഒരു ബ്രഷ് ഡ്രോപ്പ് ഉണ്ട്, അതുപോലെ ജനറേറ്റഡ് ഇ എം എഫ് ഉണ്ട്. ഇ ജി ജനറേറ്റഡ് ഇ എം എഫ് ആണ്, പിന്നെ ബ്രഷ് ഡ്രോപ്പ് കൂടെ ഉണ്ട്. മോട്ടറിന്റെ സിമ്പിൾ വെച്ച് പറയാം. ഇവിടെ ഒരു ഫ്രണ്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ട്, റെസിസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു മെഷീനിന് ഇനീഷ്യലി ഒരു 200 വോൾട്ട് ഡി സി ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോ ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസ് 50 ohms ആണ്. മോട്ടർ ഡെലിവർ ചെയ്യുന്നത് 100 കിലോവാട്ട് ആണ് ഇനീഷ്യലി. ഇതാണ് കറണ്ട്. അപ്പോൾ ഇനീഷ്യലി ആർമേച്ചർ കറണ്ട് ഇങ്ങനെയാണ്. ഫീൽഡ് കറണ്ട്, ഈ കേസിൽ ഫീൽഡ് കറണ്ട് എത്ര വരാം? ഫീൽഡ് കറണ്ട് എത്രയായിരിക്കും? 200 ഡിവൈഡ് ബൈ 50 ആണ് ഫീൽഡ് കറണ്ട്. ഐ എഫ് ഇസ് ഈക്വൽ ടു 200 ഡിവൈഡ് ബൈ 50 4 ആംപിയർ. മോട്ടർ ഡെലിവറിങ് 100 കിലോവാട്ട് ടു ദി ഗ്രിഡ്. അതായത് ഈ ടോട്ടൽ കറണ്ട് ഐ ആണെങ്കിൽ 200 ഇൻറ്റു ഐ ആണ് 100 കിലോവാട്ട്. അപ്പൊ കറണ്ട് എന്താ വരിക? 500 ആംപിയർ ആണ് ഈ ഒരു കറണ്ട് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർമേച്ചർ കറണ്ട് എന്തായിരിക്കും? ആർമേച്ചർ കറണ്ട് ഈക്വൽ ടു 504 ആംപിയർ. ഓക്കെ, ഇതാണ് ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ മോട്ടർ സപ്ലൈ ചെയ്യുന്ന ആർമേച്ചർ കറണ്ട്. ആർമേച്ചർ കറണ്ട് ഒരു പോർഷൻ ഫീൽഡ് കറണ്ട് ആയിട്ട് വരും, ബാക്കി ഡി സി ഗ്രിഡിലേക്ക് ആക്റ്റീവ് പവർ ആയിട്ട് ഡെലിവർ ആവും. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷനിൽ എന്താണ് ജനറേറ്റഡ് വോൾട്ടേജ്? അപ്പോൾ ഇവിടെ എന്താണുള്ളത്? ഈക്വലന്റ് സർക്യൂട്ടുകളൊക്കെ ആണെങ്കിൽ ഫീൽഡിന്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ഉള്ളത് ഒരു ചെറിയ വോൾട്ടേജ് ഡ്രോപ്പ് ആണ്, ബ്രഷ് ഡ്രോപ്പ്. അതിനെ ഞാൻ ഇ ബി എന്ന് റെപ്രസെന്റ് ചെയ്ത്. ഇതാണ് ജനറേറ്റഡ് വോൾട്ടേജ്. ഈ കറണ്ട് നമുക്കറിയാം, ഐ എഫ്. ഐ എ എന്ന് പറയുന്ന കറണ്ട് ഇങ്ങോട്ട് പോയിട്ട്
പിന്നെ ഇതാണ് 200 വോൾട്ട്സ്. ആർമേച്ചർ റെസിസ്റ്റൻസ് ആറ്. അപ്പോൾ EG is equal to EB plus IARA plus 200. EB എന്ന് പറഞ്ഞാൽ ബ്രഷ് ഡ്രോപ്പ് എത്ര പറഞ്ഞാൽ 2 വോൾട്ട്സ് ആണ്. 504 into RA 0.025 plus 200. അപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡെവലപ്ഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ജനറേറ്റഡ് വോൾട്ടേജ് 214.6 ആണ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, കണ്ടിന്യൂസ് ടു റൺ എസ് എ മോട്ടർ വിത്ത് ബെൽറ്റ് ബ്രേക്സ്. അതായത് ഇത് ഒരു ഈ ഷാഫ്റ്റ് ഒരു ബെൽറ്റിലേക്ക് കപ്പിൾ ചെയ്തിരിക്കുകയാണ്. ബെൽറ്റ് എന്നിട്ടാണ് ഈ മോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് എക്സ്റ്റേണലി ഒരു എന്താ പറയാ ഒരു ബെൽറ്റ് കണക്ഷൻ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു ജനറേറ്റർ പോലെ ഇതിന്റെ ഒരു ജനറേറ്റഡ് EMF ഉണ്ടായിട്ട് ഇത് ഗ്രിഡിലേക്ക് പവർ ഡെലിവർ. അപ്പോൾ സഡൻലി ഈ ഒരു ബെൽറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് ഒരു മോട്ടറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു റോട്ടറിനെ പോസിബിളി റൊട്ടേറ്റ് ചെയ്യാൻ വേറെ ആരുമില്ല. അപ്പോൾ ഇത് 200 വോൾട്ട്സ് സപ്ലൈയിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 200 വോൾട്ട് സപ്ലൈയിലേക്ക് ഇതുപോലെ ഒരു മെഷീൻ കണക്റ്റഡ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മോട്ടറായിട്ട് വർക്ക് ചെയ്യണം. മോട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇത് 10 kW ആണ് DC ഗ്രിഡിൽ ഡ്രോ ചെയ്യണം. ഓക്കെ, അപ്പോൾ മോട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഫീൽഡ് റെസിസ്റ്റൻസ് ഓൾറെഡി 50 ഓം കണക്റ്റഡ് ആണ്. ഫീൽഡ് കറണ്ട് ചേഞ്ച് ചെയ്യില്ല. പക്ഷെ ആർമേച്ചർ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. ഫീൽഡ് കറണ്ട് അപ്പോഴും 4 ആംപിയർ. മോട്ടർ ഡ്രോ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 10 kW ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻപുട്ട് കറണ്ട് എന്താ വരിക? 10 kW ഡ്രോ ചെയ്യുമ്പോൾ 10 kW പവർ ഡ്രോ ചെയ്യുമ്പോൾ കറണ്ട് ഐയുടെ വാല്യൂ എന്തായിരിക്കും? ആംപിയർ അല്ലെ? അപ്പോൾ മോട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ I is equal to 10,000 divided by 200 50 ആംപിയർ. 50 ആംപിയറിൽ 4 ആംപിയർ ഫീൽഡിലേക്ക് പോയി. അപ്പോൾ ബാക്കി ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് 50 minus 4 is equal to 46 ആംപിയർ ആർമേച്ചർ കറണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷനിൽ ബാക്ക് EMF എന്താ വരിക? $200 is equal to EB plus IARA. Okay, brush drop plus the back EMF ആണ് plus brush drop ആയിട്ട് 2 volts. Brush drop in additional ആയിട്ട് 2 volts. ഈ കേസിൽ ബാക്ക് EMF എന്ന് പറഞ്ഞാൽ EB is equal to
196.85. രണ്ട് കേസിലും ബാക്ക് EMF നമുക്ക് കിട്ടി. ഫ്ലക്സ് സെയിം ആണ് അല്ലെ, ഷണ്ട് മോട്ടറാണ്, 200 volts. അപ്പോൾ ബാക്ക് EMF is proportional to സ്പീഡ് ആണ്. EB1 by EB2 is equal to EB divided by EG is equal to മോട്ടർ ആകുമ്പോൾ ബാക്ക് EMF ആണ് ഡിവൈഡ് ബൈ ജനറേറ്റർ ആകുമ്പോൾ ജനറേറ്റഡ് EMF is equal to N2 by N1. ഇല്ല, കാരണം എന്താ, E is proportional to സ്പീഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മോട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. നെഗ്ലക്ടിങ് ആർമേച്ചർ, ഇഗ്നോറിങ് ആർമേച്ചർ റിയാക്ഷൻ, സ്പീഡ് ഓഫ് ദ മോട്ടോർസ്. N2 ആണ് ഉദ്ദേശിക്കുന്നത്. EB by EG into N1. N1 300. $275. ഓക്കെ, അപ്പോ ഇത് ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഷീന്റെ ആ ഒരു ഇൻപുട്ട്, ആ ഒരു ബെൽറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് മോട്ടറായിട്ട് വർക്ക് ചെയ്യും. മോട്ടറായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജനറേറ്റർ ആയിട്ടുള്ള സമയത്ത് ജനറേറ്റർ EMF കണ്ടുപിടിച്ചു. അത് പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ് നമുക്കറിയാം. മോട്ടറായിട്ടുള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക് EMF പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ 100 kilowatt ഡെലിവറി ഉണ്ട്. അതിൽ നമുക്ക് എല്ലാ കറണ്ട്സും കിട്ടും, ഫീൽഡ് വൈൻഡിങ്സ് ഉണ്ട്. അതുപോലെ മോട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ 10 kilowatt അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ നമ്മൾ രണ്ട് കേസിലുള്ള, ഒരു കേസിലുള്ള ജനറേറ്റഡ് EMF, മറ്റേ കേസിലുള്ള ബാക്ക് EMF കണ്ടുപിടിച്ചു. ഇത് രണ്ട് പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. അതിൽ നിന്ന് സെക്കൻഡ് കേസിലെ സ്പീഡ് കണ്ടു. ഇത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ രണ്ട് കേസിലുള്ള ടോട്ടൽ അയൺ ലോസ് തന്നിട്ട് ട്രാൻസ്ഫോർമറിന്റെ. അപ്പൊ ഒരു കേസിൽ വോൾട്ടേജ് 440, ഫ്രീക്വൻസി രണ്ടാമത്തെ കേസിൽ 220 and 25. അപ്പൊ അയൺ ലോസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റെറിസിസ് ലോസ് പ്ലസ് എഡി കറന്റ് ലോസ് ആണ്. അപ്പോ ഈ രണ്ട് കേസിലും V/F എന്താണ് വരിക? അവിടെ 440 ഡിവൈഡ് ബൈ 50 തന്നെയാണ് 220 ഡിവൈഡ് ബൈ 25. അപ്പോൾ V/F കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ് ട്രാൻസ്ഫോർമറിൽ. അപ്പോൾ ഹിസ്റ്റെറിസിസ് ലോസ് അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആയിരിക്കും. ഫ്ലക്സ് ലെവല് രണ്ട് കേസിലും ട്രാൻസ്ഫോർമറിൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹിസ്റ്റെറിസിസ് ലോസ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. എഡി കറന്റ് ലോസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണലിറ്റി ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ടു A into F. എഡി കറന്റ് ലോസ് നമുക്ക് എങ്ങനെ എഴുതാം? P into F square. ഓക്കെ, അപ്പോ അയൺ ലോസ് എന്ന് പറയുന്നത് A into F plus B into F square ആണ്. ഇപ്പൊ രണ്ട് കേസ് നമുക്ക് ഇവിടെ തന്നിട്ട്, ഒരു ഫ്രീക്വൻസി 50 Hz, മറ്റൊരു 25 Hz. അപ്പോൾ അറ്റ് 50 Hz അയൺ ലോസ് എത്രയാണ്? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആരെയും? ഓക്കെ ഓക്കെ, ആൻസർ കിട്ടിയോ? മാസ്റ്റർ ബി അല്ലേ? കറക്റ്റ്, ബി ആണ്. 50 Hz അയൺ ലോസ് എന്ന് പറയുന്നത് 2500 ആണ്. അത് 50 ആണ് ഫ്രീക്വൻസി. 50 to A പ്ലസ് 50 സ്ക്വയർ into B ആണ്. At 25 Hz ടോട്ടൽ അയൺ ലോസ് എന്ന് പറയുന്നത് 850 ആണ്. 25 into A പ്ലസ്
25 square into b. ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് a equal to 18 into b equal to 16 by 25. അപ്പൊ എയും ബിയും നമുക്ക് കിട്ടി. അപ്പൊ ഇനി ഒരു പറഞ്ഞിട്ടുള്ളത് അറ്റ് നോമിനൽ വോൾട്ടേജ് ഫ്രീക്വൻസി എന്താണ് ഹിസ്റ്റെറിസിസ് ലോസ് സെപ്പറേറ്റ് ചെയ്യണം പറഞ്ഞത്. അപ്പൊ നോമിനൽ ഫ്രീക്വൻസിയിൽ at 50 hertz hysteresis loss is equal to A into F is equal to 18 into 50, 900. Eddy current loss B into F square $1,600. Okay. Okay, അപ്പൊ ആൻസർ ബി ആണ്. അപ്പൊ ഈ പ്രോബ്ലത്തിൽ ഒരു 5% റിഡക്ഷൻ എന്ന ഫ്ലക്സ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് കേസിൽ ഇത് നോ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആർമേച്ചർ കറണ്ട് 5 ആംപിയർ ആണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്ക് EMF എന്താ പറയുക ഫസ്റ്റ് കേസിൽ? ഫസ്റ്റ് ആൻസർ കിട്ടില്ല. 1220. ഇറ്റ്സ് ക്ലോസസ് ടു 1220. അപ്പൊ ആദ്യത്തെ കേസിൽ ഇത് മോട്ടറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സോറി ഇത് DC ഷണ്ട് മോട്ടർ നോ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അറ്റ് നോ ലോഡ് ആർമേച്ചർ കറണ്ട് IA 5 ആംപിയർ ആണ്. അപ്പോൾ ബാക്ക് EMF എന്തായിരിക്കും? ബാക്ക് EMF is equal to 250 minus of IA into RA, 5 into 0.2 minus of brush drop ഉണ്ട് 1 volt ആണ്. എന്താ വരാം? 248 വോൾട്ട് ആണ് ഫസ്റ്റ് കേസിൽ ബാക്ക് EMF. അപ്പോൾ ലോഡ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് കേസിൽ EB2 is equal to 250 minus of ടോട്ടൽ ലൈൻ കറണ്ട് ആണ് 50 ആംപിയർ. സെക്കൻഡ് കേസിൽ ലോഡ് ചെയ്യുന്ന സമയത്ത് ലൈൻ കറണ്ട് ആണ് 50 ആംപിയർ വരെ. ഇത് ഷണ്ട് മോട്ടറാണ്. ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു ബ്രഷ് ഡ്രോപ്പ് ഉണ്ട്, പിന്നെ ഒരു ബാക്ക് EMF ഉണ്ട്. ഫസ്റ്റ് കേസിൽ ആർമേച്ചർ കറണ്ട് ഡയറക്ട്ലി തന്നിട്ട്, സെക്കൻഡ് കേസിൽ മോട്ടറിന്റെ ലൈൻ കറണ്ട് ആണ് വരുന്നത്. ഫീൽഡ് റെസിസ്റ്റൻസ് എന്താ 100 ohms ആണ്. IF is equal to 2.5 ആംപിയർ. അതായത് 250 divided by 100, 2.5 ആംപിയർ. അപ്പൊ സെക്കൻഡ് കേസിൽ ആർമേച്ചർ കറണ്ട് എന്താ വരിക? 250 minus of 2.5, 47.5. സെക്കൻഡ് കേസിലെ ബാക്ക് EMF എന്ന് പറയുന്നത് EB2 is equal to 250 minus 47.5 into 0.2 minus of brush drop 1 volt. So, EB1 is proportional to flux into phi1 into N1. EB2 is proportional to second case flux എന്താണ് 5% റിഡക്ഷൻ ഉണ്ട്. അപ്പോൾ നേരത്തെ ഫ്ലക്സിന്റെ 95% ആണ് സെക്കൻഡ് കേസിൽ ഉണ്ടാവുക. EB1 by EB2 is equal to N1 by 0.95 into
ഇവിടുന്ന് സെക്കൻഡ് കേസിലെ സ്പീഡ് എന്തായാലും N2 is equal to EB2 by EB1 to N1 by 0.5. ഇപ്പോൾ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N1 എഴുതാം. പക്ഷെ ഇവിടെ ഫ്ലക്സ് കുറയുന്നത് സെക്കൻഡ് കേസിൽ ലോഡ് ചെയ്യുമ്പോൾ ആർമേച്ചർ റിയാക്ഷൻ കാരണം ഒരു ഫ്ലക്സിന് ഒരു ഡ്രോപ്പ് വരുന്നത്. അപ്പൊ അതും കൂടെ അക്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. ക്ലോസ് ടു 1 to 20. ഓക്കെ, മനസ്സിലായോ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. $162.5. ഓക്കെ, കറക്റ്റ്. അപ്പൊ ഇവിടെ ബി ബൈ എഫ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഫ്ലക്സ് ലെവൽ കോൺസ്റ്റന്റ് ആകുമ്പോൾ ഹിസ്റ്ററിസിസ് ലെവൽ പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, എഡി കറന്റ് ലോസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ ആണ്. അപ്പോൾ അയൺ ലോസ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എഫ് പ്ലസ് ബി ഇൻറ്റു എഫ് സ്ക്വയർ. അപ്പോൾ അയൺ ലോസ് ഡിവൈഡ് ബൈ എഫ് ഈ രീതിയിൽ ചെയ്യാം കേട്ടോ. അയൺ ലോസ് ഡിവൈഡ് ബൈ എഫ് എന്താ വരാം? എ പ്ലസ് ബി എഫ്. ഇതൊരു ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ അയൺ ലോസ് എന്ന് പറയുന്നത് 450 ആണ്. നമ്മൾ 50 ഹെർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു എ പ്ലസ് 50 ബി. ഇത് 450 ആണ്. 9 ഈക്വൽ ടു എ പ്ലസ് 50 ബി. സെക്കൻഡ് കേസിൽ നമ്മൾ 40 ഹെർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ലോസ് എന്ന് പറയുന്നത് 320 വാട്ട്സ് ആണ്. എ പ്ലസ് 40 ബി. ഇതെന്ന് പറഞ്ഞാൽ 8 is equal to a plus 40 b. ഇത് രണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ b is equal to 0.1 കിട്ടും. b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, b ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a നമുക്ക് 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 25 ഹെർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നോ ലോഡ് ലോസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അയൺ ലോസ് ഇസ് ഈക്വൽ ടു 4 into 25 plus 0.1 into 25. Total 162.5. Okay, നേരത്തെ ചെയ്താൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ സീരീസ് മോട്ടറാണ് ഇവിടെ ഉള്ളത്. സീരീസ് മോട്ടറിൽ ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ ഒരു ടോർക്ക് T1 ഉണ്ട്, പ്രൊപ്പോർഷണൽ ടു I1 സ്ക്വയർ ആണ്. സെക്കൻഡ് കേസിൽ T2 എന്താണെന്ന് പറഞ്ഞില്ല, 44% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ T2 is equal to 1.44 T1 ആണ്. അങ്ങനെയാണെങ്കിൽ I2 എന്തായിരിക്കും? രണ്ടാമത്തെ കേസിൽ ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ലോ കറണ്ട് വരിക? സോറി, ആർമേച്ചർ കറണ്ട് എന്താ വരിക? T1 by T2 is equal to I1 by I2 whole square ആണ്. I2 is equal to 1.44 into I1 square by I2. എത്ര വരിക? ആംപിയർ ആണ് സെക്കൻഡ് കേസിൽ കറണ്ട്. I1 10 ആംപിയർ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ടോർക്ക് പ്രൊപ്പോർഷണൽ ഐ സ്ക്വയർ ആണ് നമുക്കറിയാം. അപ്പോൾ ലോഡ് കറണ്ട് ഇനീഷ്യലി 10 ആംപിയർ ആണ് ഡ്രോ ആയി തരുന്നത്. ലോഡ് ടോർക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ നാച്ചുറലി കറണ്ട് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ആർമേച്ചർ കറണ്ട് ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കേസിൽ ടോർക്ക് ഒരു 44% ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. അതായത് പുതിയ ടോർക്ക്
പഴയ ടോർക്കിനേക്കാൾ 44% ഹയർ ആണ്. 1.44 ഇൻറ്റു ഓൾഡ് ടോർക്കാണ് ന്യൂ ടോർക്ക് വരിക. അപ്പോൾ ഈ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് ന്യൂ കറണ്ട് ഈസ് ഈക്വൽ ടു 12 ആംപിയർ കിട്ടും. സെക്കൻഡ് കേസിൽ 12 ആംപിയർ ആണ് കറണ്ട് ഡ്രോ. അപ്പോൾ ഫസ്റ്റ് കേസിലെ ബാക്ക് ഇഎംഎഫ് എന്താ വരിക? 10 ആംപിയർ കറണ്ട് ഡ്രോ ചെയ്യുമ്പോൾ ബാക്ക് ഇഎംഎഫ് ഈസ് ഈക്വൽ ടു 200 മൈനസ് ഓഫ് 10 ഇൻറ്റു 1 ഇൻറ്റു 190 വോൾട്ട്സ് ആണ്. സെക്കൻഡ് കേസിലോ സെയിം ആർമേച്ചർ വോൾട്ടേജ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. 200 മൈനസ് 12 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 188 വോൾട്ട്സ്. ഓക്കെ, ഇതാണ് രണ്ട് കേസിൽ വരുന്ന ബാക്ക് ഇഎംഎഫ്. 824 കറക്റ്റ്. അപ്പോൾ ബാക്ക് ഇഎംഎഫ് എന്താണ് അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി? ഫ്ലക്സിനോടും സ്പീഡിനോടും പ്രൊപ്പോർഷനാണ് അല്ലെ. ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറന്റ് ആണ്. അപ്പോൾ ബാക്ക് ഇഎംഎഫ് ഇസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു IA into speed. So EB1 by EB2 is equal to IA1 into N1 by IA2 into N2. So EB1 EB2 നമ്മൾ കണ്ടുപിടിച്ചു. 190 divided by 188 is equal to IA1 IA2 നമുക്കറിയാം. IA1 എന്ന് പറഞ്ഞാൽ 10 ആണ്. സ്പീഡ് 1 എന്ന് പറയുന്നത് 1000 RPM ആണ്. സെക്കൻഡ് കറണ്ട് 12 ആണ്. N2 equal to 824.5.56 825 approximately. Nearest ഇന്റീരിയറിലേക്ക് നമുക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ ട്രാൻസ്ഫോമറിന്റെ ഫുൾ ലോഡ് എഫിഷ്യൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ട്രാൻസ്ഫോമറിന് അയൺ ലോസ് വന്നിട്ടുണ്ട്, അതായത് കോർ ലോസ് വന്നിട്ടുണ്ട്. ഫുൾ ലോഡായ 900 kVA ഡെലിവറി ചെയ്യുമ്പോൾ 900 kVA ആണ് ഔട്ട്പുട്ട്. ആ കണ്ടീഷനിലുള്ള ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസിയാണ് വരുന്നത്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കോപ്പർ ലോസ് ആണ്. ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്ന കോപ്പർ ലോസ്, കോർ ലോസ് അത് വന്നത് 10 kW. പ്രൈമറിയിലും സെക്കൻഡറിയിലും പെർ ഫേസ് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ 900 kVA ആണ് ഔട്ട്പുട്ട് പവറെങ്കിൽ സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള സെക്കൻഡറി വൈൻഡിങ്ങിൽ കറണ്ട് എത്രയായിരിക്കും? സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ വരുന്നത് കറണ്ട് എന്താണ്? 900 kVA ഡെലിവറി ചെയ്യുമ്പോൾ. ഓക്കെ, സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന ലൈൻ ടു ലൈൻ വോൾട്ടേജ് എന്താ പറഞ്ഞിട്ടുള്ളവര്? √3 kV ആണ് അല്ലെ. അപ്പൊ സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന ഫേസ് വോൾട്ടേജ് എന്താ വരിക? 1 kV ആണ് ഫേസ് വോൾട്ടേജ്. കറക്റ്റ്. ഡെൽറ്റ കണക്റ്റഡ് ആയതുകൊണ്ട് പ്രൈമറിയില് ലൈൻ വോൾട്ടേജ് തന്നെയാണ് ഫേസ് വോൾട്ടേജ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന കറണ്ട് എന്താവില്ല? 900 kVA ഡെലിവറി ചെയ്യുമ്പോൾ ഫേസ് കറണ്ട്. അപ്പൊ സെക്കൻഡറിയിൽ വരുന്ന ഫേസ് കറണ്ട്, സെക്കൻഡറിയിലെ വോൾട്ടേജ് നമുക്കറിയാം. 3 into V2 ഫേസ് വോൾട്ടേജ് into I2 ഫേസ് ആണ് 900 അല്ലെ. 900 kVA. 3 into 1000 into I2 ഫേസ് ആണ് 900 into 10 to the power 3. അപ്പോ സെക്കൻഡറിയിൽ വരുന്ന ഫേസ് കറണ്ട് എന്ന് പറയുന്നത് 300 ആംപിയർ ആണ്. പ്രൈമറിയിൽ വരുന്ന പ്രൈമറി വൈൻഡിങ്ങിന്റെ ഫേസ് കറണ്ട് എത്രയാണ്? പ്രൈമറിയിലെ ഡെൽറ്റ കണക്റ്റഡ് വൈൻഡിങ്ങില് ഫേസ് കറണ്ട് എന്താ? 900 kVA ഡെലിവറി ചെയ്യുമ്പോൾ. മനസ്സിലായിട്ടൊക്കെയാണ് അവരെ.
പ്രൈമറിയിൽ ഡെൽറ്റ കണക്റ്റഡ് ആകുമ്പോൾ ഫേസ് വോൾട്ടേജ് ആണ് ലൈൻ ലൈൻ വോൾട്ടേജ്. അപ്പോൾ 3 into 3000 ടു പ്രൈമറി ഫേസ് കറന്റ് ആണ് 900 kVA അല്ലെ, 100 അല്ല വരിക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ രണ്ട് സൈഡിലെ, അതായത് പ്രൈമറിയിലെ സെക്കൻഡറിയിലെ ഫേസ് കറണ്ട്സ് നമുക്ക് കിട്ടി. പെർ ഫേസ് റെസിസ്റ്റൻസ് അവർ തന്നിട്ടുണ്ട്. അപ്പോ പ്രൈമറിയിലും സെക്കൻഡറിയിലും വരുന്ന ലോസസ് വരും. കോപ്പർ ലോസ് വരും. അപ്പോൾ ടോട്ടൽ കോപ്പർ ലോസ് 3 into I1 square into R1 plus എത്ര വരാം? കോർ ലോസ് തന്നിട്ടുണ്ട് 10,000 ആണ്. അപ്പോൾ എഫിഷ്യൻസി എന്താണ്? ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ്. ഓക്കെ, എത്ര ആൻസർ വരാം? ഇവിടെ ഓൾറെഡി നമുക്ക് കോർ ലോസ് വന്നിട്ട് KVA ഔട്ട്പുട്ട് എന്താണെന്ന് അറിയാം. സോറി, KVA കിലോ വാട്ട് ഔട്ട്പുട്ട് എന്താ അറിയാം, കാരണം യൂണിറ്റി പവർ ഫാക്ടറിലാണ് ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അറിയാം. അപ്പോൾ 900 കിലോ വാട്ട് ഡെലിവർ ചെയ്യുമ്പോൾ ഉള്ള കറണ്ട്സ്, 900 KVA ഡെലിവർ ചെയ്യുമ്പോൾ ഉള്ള കറണ്ട്സ് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നപ്പോൾ ഔട്ട്പുട്ട് ആക്റ്റീവ് പവർ ആട്ടോ, ഇത് Pout പ്ലസ് ലോസസ് ആണ്. ഇവിടെ യൂണിറ്റി പവർ ഫാക്ടർ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ KVA കിലോ വാട്ട് സെയിം ആയിട്ട്, അല്ലെങ്കിൽ കോസ്റ്റ് ബൈ കൂടെ വരും. ഹലോ 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 സാർ, ഹലോ ഹലോ, കേൾക്കില്ലേ? ആ സാർ, ഒരു ഡൗട്ട്. ഹലോ ഹലോ, ആ സാർ, ഡൗട്ട് ഉണ്ട് സാർ. പറഞ്ഞോ കേട്ടില്ല. അതെ, ഈ കോർ ലോസ് 10 കിലോ വാട്ട് തന്നേക്കുന്നത് ഹോൾ ഇതാണോ, അത് 3 ഇന്റിന്റെ ചെയ്യാത്ത? ഇല്ല, ടോട്ടൽ അയൺ ലോസ് അല്ല തന്നിട്ടില്ല. അത് പെർ ഫേസ്. കോർ ലോസ് എന്ന് പറയുന്നത് പെർ ഫേസിലല്ല, ആ ഒരു മെറ്റീരിയൽ ഉണ്ടാകുന്ന ലോസ് അല്ല. അതായത് ഹിസ്റ്ററിസിസും മെറ്റീ കറണ്ടും ആയിട്ടുള്ള ലോസ് ആണ്. ഇത് രണ്ടിന്റെ സമ്മാണല്ലോ. അത് ആ ഒരു ട്രാൻസ്ഫോമറിന്റെ എന്താ പറയാ, CRGO അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ടാകുന്ന ലോസ് ആണ്. അത് പെർ ഫേസ് എന്നുള്ള രീതിയിലല്ല പറയാം, ടോട്ടൽ ലോസ് ആണ് പറയാം. അല്ല, അപ്പൊ 3 വൈൻഡിങ് അങ്ങനെ പറഞ്ഞാലോ? അല്ലല്ല, ഇത് ഓരോ വൈൻഡിങ്ങിനുള്ള കോർ ലോസ് അല്ല. നമ്മൾ ഓരോ വൈൻഡിങ്ങിലും റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് ലോസ് വരുന്നത് എന്നുള്ളത് ടെസ്റ്റ് നടത്തി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ്. അത് ഒരു പെർ ഫേസ് ആയിട്ടല്ല പറയാം. അയൺ ലോസ് ഒരു അഗ്രിഗേറ്റ് ആയിട്ടാണ് പറയാം. അതായത് എല്ലാ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറിൽ അയൺ ലോസ്. റെസിസ്റ്റൻസ് ഓരോ ഇൻഡിവിജ്വലും ഫേസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഫേസ് കറന്റിനോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 ചെയ്യും. അത് കോപ്പർ ലോസിലാണ് വരിക. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നാളെ ഇത് കണ്ടിന്യൂ ചെയ്യാം.